കുട്ടിക്കാലത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളുടെ ഭിന്നമായ സ്വഭാവ സവിശേഷതകൾ നമ്മൾ ധാരാളം പല എപ്പിസോഡുകളിലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് സുപരിചിതമായൊരു വിഷയം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ആ വിഷയത്തിൽ കാര്യക്ഷമമായ ക്രിയാത്മകമായ ചില തിരുത്തലുകൾ വരുത്താൻ നമുക്ക് പറ്റാറില്ല. ലജ്ജയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, ഷൈനസ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ പലരും, എല്ലാവരിലും അത് പ്രകടമാണെന്നല്ല, പെൺകുട്ടികളിൽ ആൺകുട്ടികളിലും ധാരാളമായിട്ടുണ്ട്. അവർക്ക് സ്കൂളിലും പൊതുസമൂഹത്തിലും വീട്ടിലും, പ്രത്യേകിച്ച് അത് ആളുകൾ ശ്രദ്ധിക്കുന്ന വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും അവർക്ക് അവരോട് സംസാരിക്കാൻ മടി. എന്നാൽ അവർ അവഗണിക്കുകയോ, മുന്നിൽ വരുന്ന അതിഥികളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ സഹപാഠികളെ അവഗണിക്കുകയോ ടീച്ചേഴ്സിനെ അവഗണിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അവരിൽ തന്നെ അവരെ എപ്പോഴും മുന്നിലേക്ക് കയറി നിൽക്കുന്നതിൽ നിന്ന് പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന എന്തോ ഒരു ഘടകമുണ്ട്. എന്നാൽ അതേസമയം ഇവരെല്ലാവരും വളരെ ക്രിയേറ്റിവിറ്റി ഉള്ളവരും ഉന്നതമായ ബൗദ്ധിക ശേഷിയുള്ളവരുമാണ്. നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ സമൂഹത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് കലാകാരന്മാർ, പ്രത്യേകിച്ച് കലാകാരന്മാരെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകത കൂടിയാണിത്. രണ്ട് പ്രത്യേകതകൾ അവരെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന്, പലരും അന്തർമുഖരാണെന്ന് പറയാറുണ്ട്. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പലരും അന്തർമുഖരാണെന്ന് പറയാറുണ്ട്, പലരും ഷൈ ആണെന്ന് പറയാറുണ്ട്. നമ്മുടെ വളരെ വിഖ്യാതരായിട്ടുള്ള പല കലാകാരന്മാരും സാമൂഹികമായ പരിസരങ്ങളിലേക്ക് എത്തുമ്പോൾ അവരെ തന്നെ പ്രകടിപ്പിക്കുന്നതിൽ പലപ്പോഴും ഒരു മടിയോ ലജ്ജയോ ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. ഇത് പെൺകുട്ടികളിൽ വളരെ കൂടുതലായിട്ടും വളരെ പ്രകടമായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി പറയട്ടെ. ലജ്ജ എന്ന് പറയുന്ന ഭാവപ്രകടനത്തെ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ സവിശേഷതയെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് സ്ത്രീകൾക്ക് അനിവാര്യമായൊരു ഘടകമാണെന്നുള്ള ഒരു ദുരാചാരം നമ്മുടെ ഇടയിൽ പണ്ടുണ്ടായിരുന്നു. ഞാനതിനെ ദുരാചാരം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം പുരുഷന് ലജ്ജ വേണ്ട, സ്ത്രീകൾ സാമൂഹ്യമായ ലോകത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അല്പം ലജ്ജയും ജാള്യതയും ഒക്കെ പ്രകടിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത, കീഴ്വഴക്കം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പക്ഷേ അവരുടെ വ്യക്തിത്വത്തെ പിൻകാലത്ത് തകർക്കുകയോ ആത്മവിശ്വാസമില്ലാത്തവരായി മാറ്റുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ, നമുക്കറിയാം, നമ്മളിന്ന് പലപ്പോഴും ലജ്ജ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ലജ്ജ ഒരു നല്ല ഗുണമായിട്ട് നമ്മൾ കാണിക്കാറുണ്ട്. പെൺകുട്ടികളായാൽ അല്പം ലജ്ജയൊക്കെ വേണം എന്നുള്ള ഒരു പഴഞ്ചൻ മട്ട് നമ്മളിൽ പലർക്കും ഉണ്ട്. അത് വലിയ പുരോഗമനവാദികളുടെ ഇടയിൽ പോലും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. പക്ഷെ കുട്ടികളിലെ ഈ ലജ്ജ പലപ്പോഴും അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. നമുക്ക് അതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണ് എല്ലാ വ്യക്തികളെയും ഒരേ പ്രകൃതത്തിൽ തന്നെ സൃഷ്ടിക്കില്ല എന്നുള്ളൊരു കാര്യം. വ്യത്യസ്തങ്ങളായ ശൈലികൾ, വ്യത്യസ്തങ്ങളായ രീതിയിലായിരിക്കണം ഓരോ വ്യക്തികളും സാമൂഹ്യ പ്രകടനങ്ങളാണെങ്കിലും അവരുടെ കഴിവുകളാണെങ്കിലും അല്ലെങ്കിൽ ഓരോ തലത്തിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ചിലവർ വളരെ ആക്റ്റീവായിട്ട് സമൂഹത്തിൽ ഇടപഴകുന്നവരായിരിക്കാം, ചിലവർ അത്ര കണ്ട് ആക്റ്റീവ് ആവണമെന്നില്ല, ചിലവർ ചിലപ്പോൾ അതിൽ പുറകിലായിരിക്കാം. പക്ഷേ ഇവിടെ ഈ ഒരു നേച്ചറിനെ നമ്മൾ മനസ്സിലാക്കി, അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ലജ്ജ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാവുന്ന കുറച്ച് പേരുണ്ടാകും എന്ന് തിരിച്ചറിവോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കുവാണ്. ലജ്ജ അമിതമായി കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ അത് അവരുടെ മറ്റു സാമൂഹികമായ ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഒരു കുട്ടി ജനിച്ചു വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപഴകേണ്ടത് എന്ന് അറിയുന്നില്ല. അപ്പോൾ ആ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന നെഗറ്റീവ് ആവുന്ന ഫീഡ്ബാക്കുകളോ ശരിയായ പഠനങ്ങൾ കുട്ടിക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ ലജ്ജ കൂടുതലായിട്ടോ ഇല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലോട്ടോ ചിലപ്പോൾ എത്താറുണ്ട്. അതാണ് നമ്മൾ കൂടുതൽ ഇവിടെ. ചിലരിലൊക്കെ ഈ ഒരു ലജ്ജ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് വരുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട്. തീർച്ചയായിട്ടും. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലജ്ജ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും അതിനൊരു അബ്സ്ട്രാക്ട്, ഒരു വസ്തുത എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിൽ അനുഭവിക്കുന്ന, മറ്റുള്ളവർക്ക് നമ്മളിൽ അനുഭവവേദ്യമാകുന്ന ചില യാഥാർത്ഥ്യത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ്. നമുക്ക് ആ വാക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത്ര
കംഫർട്ട് ആൻസർ. നമുക്ക് ലജ്ജ എനിക്ക് തോന്നുന്നു പലർക്കും മുഖ്യധാരയിലേക്ക് ഇറങ്ങി നിൽക്കാനുള്ള ഒരു മടി. അതായത് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് പറയുന്ന ശരിക്കും ഒരു മനഃശാസ്ത്രപരവും സാമൂഹികപരവുമായിട്ടുള്ള രണ്ട് വസ്തുതകളുടെ ഒന്നിച്ചുള്ള ഒരു ഇടപഴകലാണ് ഈ ലജ്ജ അല്ലെങ്കിൽ ഒരു നാണം എന്നൊക്കെ നമ്മൾ പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ അതിന് രണ്ട് ആംഗിളുകളിലാണ് ഇതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, അവനിൽ തന്നെയുള്ള ഒരു ഉറപ്പില്ലായ്മ, അതായത് ഒരു സെൽഫ് കോൺഫിഡൻസിന്റെ അല്ലെങ്കിൽ ഒരു സെൽഫ് അവയർനെസിന്റെ ശൂന്യത അല്ലെങ്കിൽ കുറവ്. അതുപോലെ തന്നെ അവൻ ഇടപഴകുന്ന സമൂഹത്തിൽ അവൻ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിന് ഒരു ഭയപ്പാട്. അപ്പോൾ തനിക്ക് തന്നെ തന്നിൽ ഒരു ശക്തി ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഒരു അവയർനെസ് ഇല്ലാതിരിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലേക്ക് എന്നെ ചേർത്ത് വെക്കുമ്പോൾ എങ്ങനെ അവരെന്നെ സ്വീകരിക്കും എന്ന ഒരു ചെറിയ ആശങ്ക. ഇതിൽ രണ്ടിൽ നിന്നുമാണ് ഈ ലജ്ജയുടെ ഒരു ഉത്ഭവം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നന്നായിട്ട് പാടുന്ന ചില കുട്ടികളായിരിക്കും, പക്ഷെ അവരെ ഒരു പൊതുവേദിയിൽ പാടാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരത്തില്ല. അവർക്ക് അറിയാം അവർക്ക് നന്നായിട്ട് പാടാൻ കഴിവുണ്ടെന്നും മറ്റുള്ളവർക്കും അറിയാം, അവർക്ക് അതിന്റെ പേരിൽ അനുമോദനം കിട്ടുമെന്നും അവർക്കറിയാം. എങ്കിൽ പോലും അവർക്ക് പലപ്പോഴും ആ പൊതുവേദിയിലേക്ക് ചെല്ലുമ്പോൾ കൈയും കാലും വിറയ്ക്കുകയോ അല്ലെങ്കിൽ തൊണ്ട വരളുകയോ അല്ലെങ്കിൽ ആ പൊതുസമൂഹത്തെ അതെന്താണ് ഞാനിത് ചോദിക്കാൻ കാരണം, നമ്മൾ പല എപ്പിസോഡിലും ചർച്ച ചെയ്തിട്ടുണ്ട്, എല്ലാ വ്യക്തികളിലും ഒരു സെൽഫ് അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത എല്ലാ വ്യക്തികളിലും ഉണ്ട്. സെൽഫ് പ്രൊമോഷനും സെൽഫ് പ്രൊജക്ഷനും ഒക്കെ എല്ലാ വ്യക്തികളിലും ഉണ്ട്. അവനവനെ വെളിപ്പെടുത്താനും ആവിഷ്കരിക്കാനും മുൻനിരയിലേക്ക് കയറ്റി നിർത്താനും. ഇവരിൽ അത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അതില്ലാത്തത് കൊണ്ടാണോ ഇവരിങ്ങനെ ലജ്ജ ഇരിക്കുക, അല്ലെങ്കിൽ ആ ഗുണം അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യമായിരുന്നു? കൊച്ചിലെ മുതലേ പേരൻസിന്റെ റെസ്പോൺസ് വളരെ പ്രധാനപ്പെട്ട. പേരൻസ് കുട്ടിയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, എങ്ങനെ കമന്റ് ചെയ്യുന്നു, അവൻ ഭയങ്കര നാണം കുണുങ്ങിയാണ് എന്ന് ഈ പേരൻസിന്റെ കമന്റ്. അത് പ്രത്യേകിച്ച് ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം വന്നു എടുത്തു കൊടുക്കാൻ പറഞ്ഞു, അവൻ്റെ നാണം കുണി, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഈ ഒരു ആൺകുട്ടിയോടെ ഇത് പ്രത്യേകിച്ച് പറയുന്നെങ്കിൽ അവൻ വീണ്ടും അവൻ ഉൾവലിയാണ്. അതേസമയം അവൻ വളരെ മിടുക്കനാകട്ടോ, അവൻ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവാണ്. അവൻ ഒന്നും കൂടെ ആക്റ്റീവ് ആകാൻ പരിശ്രമിക്കും. ഈ കമന്റുകൾ മറ്റുള്ളവരുടെ കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് ഭയങ്കര ചേഞ്ചസ് ഉണ്ടാകുന്നു. അതൊരു പ്രോത്സാഹനമാണ്, ഒരേ സമയം തന്നെ അതിനെ പുറകോട്ട് പിൻവലിക്കാം. ഇത് ഒരു ഭയങ്കര ഡിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ഡിസോർഡറിൽ നിന്ന് ഇതിനെ മനസ്സിലാക്കണം. ഇത് ഷൈനസ് എന്ന് പറയുമ്പോൾ ലജ്ജ എന്ന് പറയുന്നതും സോഷ്യൽ ഫോബിയ രണ്ടും എക്സ്ട്രീമാണ്. ശരിക്കും പറഞ്ഞാൽ ലജ്ജ എന്ന് പറയുന്നത് ഒരു ഉൾവലിയിൽ ഒരു കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. മറ്റേ സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫോബിയ അതൊരു ഇറാഷണൽ ഫിയർ ആണ്. സമൂഹത്തോട് മൊത്തത്തിൽ തോന്നുന്ന ഭയമാണ്. പക്ഷെ അതല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിതിനെ അങ്ങനെ വളരെ കോൺക്രീറ്റ് ആയിട്ട് തന്നെ വേർതിരിച്ച് കാണണം. ഇതൊരു ഒരു ഭീതിയല്ല. അല്ല ഒരു വ്യക്തിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത് പ്രോത്സാഹനം കിട്ടാതെ പോയത്, അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയത്, എന്നിൽ ആ കോൺഫിഡൻസ് ഇല്ല എന്ന് സ്വയം തോന്നുമ്പോൾ മറ്റുള്ള അല്ല നിന്നെക്കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനം കിട്ടാതെ പോയ അവസരങ്ങളിലൂടെ ഈ വ്യക്തി പുറകോട്ട് പോകുന്നു. സോഷ്യൽ ഫോബിയ പോലെ ഇതിനെ നമ്മളൊരു പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ ഒരു സോഷ്യൽ ഫോബിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഞാൻ അവിടെ അവഗണിക്കപ്പെടുമോ എന്ന് ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് ഏത് സൊസൈറ്റിയെയും അവൻ അഭിമുഖീകരിക്കത്തില്ല, അതിൽ നിന്ന് പിൻവാങ്ങും. ഇവർക്ക് സൊസൈറ്റിയോട് ഭയമില്ല. ഇവർക്ക് സൊസൈറ്റിയോടുള്ള ഭയത്തേക്കാൾ ഉപരിയായിട്ട് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്നെ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുമോ? അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. എല്ലാ വ്യക്തികളിലും അവനവനെ തന്നെ ആവിഷ്കരിക്കാനുള്ള ഒരു ഉണ്ട്. പക്ഷെ അത് പ്രോത്സാഹനം കിട്ടുന്നതും പ്രോത്സാഹനം നിരുത്സാഹപ്പെടുന്നതിന് അനുസരിച്ചാണ് അത് വളരെ. ഈ കുട്ടികളിൽ അവർ നന്നായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നന്നായിട്ട് വരയ്ക്കുന്ന പലരും. എനിക്ക് ഒരു പ്രകടമായ ഒരു ഓർമ്മയുള്ളത്, കേരളത്തിലെ പ്രശസ്തമായ ഒരു എഴുത്തുകാരി, അവർ 30ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്തൊരു എഴുത്തുകാരിയുണ്ട്. അവർ മരിച്ചവരുടെ 2 വർഷത്തിന് ശേഷം അവരുടെ ഡയറി പരിശോധിച്ചപ്പോൾ അവർ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ 80ഓളം കവിതകൾ കണ്ടു. അതിനുമുമ്പ് അവർ കവിത എഴുതുന്ന ആർക്കും അറിയില്ലായിരുന്നു. അതും മനോഹരമായ അതിമനോഹരമായ കവിതകളായിരുന്നു, ഒരു 40-50 കവിതകൾ വീതം മലയാളത്തിലും ഇംഗ്ലീഷിലും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അവർക്ക് ഉജ്ജ്വലമായ കവിത എഴുതാൻ ഒരു കഴിവുണ്ടായിട്ടും അവർക്ക് അതത്ര വലിയ കാര്യമായിട്ട് അവർക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അവരിലുണ്ടായത് ആ ഒരു ഇമോഷൻസിനെ, വൈകാരികമായിട്ടുള്ള ഭാഷയുടെ ആവിഷ്കാരത്തെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് അവർക്ക് വാക്കുകൾ കൊണ്ട് പ്രതിഫലിപ്പിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്തൊരു ഉപാധിയായിരുന്നു ഇത്. പക്ഷേ അത് എടുത്ത് പുറത്തേക്ക് കാണിക്കാനുള്ള ആ ഒരു സാഹചര്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നിരിക്കും. അപ്പം അവിടെ തീർച്ചയായിട്ടും കുട്ടികളിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തെ അറിയാത്തത് കൊണ്ട് തന്നെ മാതാപിതാക്കളുടെ വലിയൊരു റോളുണ്ട്.
ആവശ്യമായ രീതിയിൽ പരിഗണനകളെ കൊടുത്ത്, ശ്രദ്ധയെ കൊടുത്ത്, പ്രോത്സാഹനങ്ങളെ കൊടുത്ത് അവർ സമൂഹത്തിലോട്ട് ഇറക്കേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും ശ്രമിച്ചാൽ മാത്രമാണ് ഈ കഴിവുകളൊക്കെ പുറത്തു വരാൻ. ഇല്ലെങ്കിൽ ലഭിച്ചിരുന്ന കഴിവുകളിൽ ചെറിയ പ്രശംസ കൊണ്ട് തന്നെ അവരൊന്നുകൂടിയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റാറുണ്ട്. ഇത് നമുക്കറിയാം, അങ്ങനെ ഒരു നേച്ചർ ഉണ്ട്. സ്വാഭാവികമായിട്ടും കുട്ടികളിൽ അങ്ങനെ ഒരു നേച്ചർ ഉണ്ട്, ഉൾവലിയുന്ന അല്ലെങ്കിൽ ലജ്ജയുള്ള ഒരു നേച്ചർ ഉണ്ട്. അത് നമ്മൾ പറയുന്നത് പോലെ ജെൻഡർ ഡിഫറൻസ് ഉണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ നേച്ചറിന്റെ ബേസിസിൽ നിൽക്കുമ്പോഴും പ്രോത്സാഹനങ്ങളെ കൊടുക്കുമ്പോൾ ഈ ലജ്ജ വിട്ടുമാറാനായിട്ട് പറ്റും. അവസരങ്ങളെ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഇതിനൊരു മറുവശം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഈ പെൺകുട്ടികളുടെ സ്വഭാവത്തിൽ ഈ ലജ്ജ കുറെ കൂടി വളർത്താൻ നമ്മുടെ സംസ്കാരം സംസ്കാരം അങ്ങനെയാണ്. കാരണം പെൺകുട്ടികൾക്ക് ലജ്ജിക്കാവുള്ളൂ, ആൺകുട്ടികൾ ലജ്ജിക്കാൻ പാടില്ല. ലജ്ജയില്ലാത്ത പെൺകുട്ടികളെ അല്പം ലജ്ജിപ്പിക്കാൻ നമ്മൾ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടത്താറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലജ്ജ ഈ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നന്നായിരിക്കും. കുട്ടികൾ മറ്റുള്ളവരുടെ മുൻപിലേക്ക് വരുമ്പോൾ പിൻവാങ്ങുന്നു, ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ പുറകിലേക്ക് പോവുക, അമ്മയുടെ കൂടെ ആണെങ്കിൽ അമ്മയുടെ ഷോൾ കൊണ്ടല്ലേ സാരി കൊണ്ട് മുഖം മറയ്ക്കുക, വിളിച്ചു കഴിഞ്ഞ ഉടനെ വാതിലിന്റെ മറയിലേക്ക് പോവുക, അവരുടെ തന്നെ കൈകൾ പൊത്തി മുഖം മറയ്ക്കുക. അപ്പൊ ഇതെല്ലാം ചില ലക്ഷണങ്ങളാണ്, ഇവരുടെ ലജ്ജ കാണിക്കുന്ന, അവർ പ്രതിഫലിപ്പിക്കുന്ന ചില ഭാഗങ്ങളാണ്. അപ്പൊ ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, കുഞ്ഞിനെ രണ്ട് കൈയിലും എടുക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് നിർത്തുക. അപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ അവനൊരു കോൺഫിഡൻസ് വന്നു കഴിയും. അപ്പൊ ആ ലജ്ജിച്ചവൻ പിൻവാങ്ങിയപ്പോൾ കിട്ടിയ ആ ഏതോ ഒരു സുഖം, അല്ലെങ്കിൽ ഏതോ ഒരു അവന്റെ ഒരു പ്രൊട്ടക്ഷൻ ഏരിയ അവൻ കടന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒബ്സ്റ്റക്കിൾ അവൻ മറികടന്നു. ഇതൊരു ലേണിംഗ് ആണ്. അവരെപ്പോഴും അവരുടേതായ ഒരു സേഫ് സോണിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവര് മാത്രമല്ല, എല്ലാവരും അങ്ങനെ. എല്ലാവരും എപ്പോഴും അവരുടെ സേഫ് സോൺ വിട്ടു പോകത്തില്ല. പക്ഷെ ഈ സേഫ് സോണിൽ നിന്ന് മുൻപോട്ട് പോയാൽ തീർച്ചയായിട്ടും ഉയർച്ചകൾ ഉറപ്പായിട്ടും. കാരണം സാമൂഹ്യ ജീവിതം തീർച്ചയായിട്ടും ആവശ്യമാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അവരെ ബോധ്യപ്പെടുത്താനും അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കാനും തീർച്ചയായിട്ടും. നമുക്കറിയാം, ഇപ്പോൾ കുട്ടികൾ അമിതമായിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്, നമ്മൾ കുട്ടികളെ ലജ്ജയുള്ളവരാക്കി വളർത്താൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ വരുത്താൻ ബോധപൂർവ്വം ശ്രമിച്ചില്ലെങ്കിൽ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്റർവ്യൂകളിലൊക്കെ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അവർക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ല, പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. വൈകാരികമായ പ്രകടിപ്പിക്കലിൽ അവർക്ക് വലിയ പോരായ്മ അനുഭവപ്പെടുന്നു. അതുകൂടി നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണ അതൊക്കെ ക്ലാസ് റൂംസിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇതിനുള്ള സാധ്യതകൾ. കാരണം ഇന്ന് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസ്, പലതരത്തിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. പക്ഷെ ചില കുട്ടികൾ ഇതിൽ നിന്ന് വലിഞ്ഞു നിൽക്കും. അപ്പൊ ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചേഴ്സ് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് പേരൻസും അവെയർ ആകണം, ടീച്ചേഴ്സും അവെയർ ആകണം. അതുപോലെ തന്നെ ഈ കുട്ടിയെ അത് വേറെന്തെങ്കിലും ഡിഫക്ട്സ് കൊണ്ടാണോ, ഒരു പക്ഷെ ചിലപ്പോൾ ഒരു വിക്കോ അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും പെരുമാറ്റ ശൈലിയോ, ചിലപ്പോൾ വാക്കുകൾ കൃത്യമായിട്ട് അറിയാൻ മേലാത്തത് കൊണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതും കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഭാവം ഈ കുട്ടിയിലും ഉണ്ടാവണം, അതുപോലെ പേരൻസിലും ഉണ്ടാവും. പക്ഷെ ഈ കുട്ടിക്ക് അതിനുള്ള താല്പര്യം എടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. പേരൻസ് ആണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടികളിൽ സാധാരണ പ്യൂബർട്ടി ഏജിൽ കൂടുതൽ ലജ്ജയും കാര്യങ്ങളും വരുന്നതായിട്ട് അത് നമ്മുടെ സമൂഹം ചില കാഴ്ചപ്പാടുകൾ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് കൂടിയാണ്. കാരണം ശാരീരിക ഘടനയിൽ വരുന്ന മാറ്റങ്ങളെ വേണ്ട രീതിയിൽ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അംഗീകരിക്കപ്പെടാതിരിക്കുന്ന അടുത്തോളം ഇവർ പിൻവലിയാനായിട്ട് ശ്രമിക്കുന്നു, മറയ്ക്കപ്പെടാനുള്ളൊരു ശ്രമം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രവണതകളെ നമ്മുടെ ഫാമിലിയിലും അല്ലെങ്കിൽ സൊസൈറ്റിയിലും മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിന്റെ വിവേചനങ്ങളെ ഡോക്ടർ പറഞ്ഞത് വളരെ കൃത്യമാണ്. പെൺകുട്ടികളിലെ ഈ ഷൈനസ് ഒരുപക്ഷെ അവരുടെ പ്രായപൂർത്തിയാകുന്ന അല്ലെങ്കിൽ ശാരീരികമായ വളർച്ചയിലേക്ക് എത്തുന്നതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഏതായാലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കുട്ടികളുടെ ഈ ലജ്ജ അല്ലെങ്കിൽ അവരുടെ ആ പിൻവാങ്ങൽ, പിൻവലിയൽ, നാണം, ഇതിനെ നമുക്ക് ഒരു പരിധിവരെ എങ്ങനെ സമൂഹത്തിന്റെ എന്താ പറയുക മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവന്ന് പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് മാതാപിതാക്കൾ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ പലപ്പോഴും ഇവള് ഭയങ്കര നാണക്കാരിയാണ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആൺകുട്ടികളെ കുറിച്ചും അവൻ ഭയങ്കര നാണക്കാരനാണെന്ന് പറയുമ്പോഴാണ് സമൂഹം ഇതിനെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പെൺകുട്ടി നാണക്കാരിയാണെന്ന് പറയുന്നത് സമൂഹം അത്ര വലിയ കാര്യമാണ്. പക്ഷെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറി, തൊഴിൽ മേഖല മാറി, പെൺകുട്ടികൾ മാറി, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു, തൊഴിലിടങ്ങൾ മാറി. ഇവിടെ ഒന്നും നാണമോ അല്ലെങ്കിൽ ലജ്ജയോ ഒരു ഭൂഷണമോ അല്ലെങ്കിൽ ഒരു ആഭരണമോ ഒന്നുമല്ല. നമ്മുടെ തൊഴിലിടങ്ങൾ മാറിയിരിക്കുന്നു. നമ്മുടെ പെൺകുട്ടികളാണ് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ലജ്ജയെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് പെൺകുട്ടിക്ക് ഒരു ഭൂഷണമാണ് ഇതെന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നത് ശരിയായ ഒരു രീതിയല്ല. നമുക്കപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വളർച്ചയിൽ അവർക്കുണ്ടാകേണ്ട
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടന്ന് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തെ കൂടി നമുക്ക് എനിക്ക് തോന്നുന്നു ഇതില് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം വലിയ അവസരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് സാമൂഹ്യപരമായിട്ട് ഇടപഴകാനുള്ള വലിയ അവസരങ്ങൾ, ഈ അവസരങ്ങളോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചെറിയ നല്ല പ്രവൃത്തികളെ പ്രോത്സാഹനങ്ങളും, സമൂഹത്തിൽ ഇറങ്ങാനുള്ള ഒരു സാഹചര്യങ്ങൾ അവർക്ക് നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നു. ഇപ്പോൾ ചിലപ്പോഴൊക്കെ അവസരങ്ങളായിട്ട് ഇപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെയും നമ്മളൊരു ഫ്ലാറ്റിനകത്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാമൂഹികമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങളില്ല. സോ അപ്പച്ചനോ അമ്മച്ചിയോ അവരെ എല്ലാ ദിവസവും പള്ളിയിലോട്ട് കൊണ്ടുപോകുന്നത് സാമൂഹികമായിട്ട് ഇടപഴകാനുള്ള ഒരു സാഹചര്യമായിരിക്കും. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഈവനിങ്ങിൽ ജോലി കഴിഞ്ഞ് വരുന്ന അപ്പച്ചൻ പുറത്തേക്ക് അവരെ ബൈക്കിലോ കൊണ്ടുപോകുന്നു, കൂട്ടുകാരുടെ അടുത്തോട്ടോ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോട്ടോ. അങ്ങനെ എല്ലാ ദിവസവും സാമൂഹ്യപരമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങളും. ഇപ്പോൾ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്ന് ചുമച്ചപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരാളെ കണ്ടപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ഹലോ പറഞ്ഞു, അത് ചിലപ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കാത്ത തരത്തിൽ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നു, ഇന്ന് അവിടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തായിരുന്നു, ഹലോ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ പ്രോത്സാഹനങ്ങൾ. അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഒരു നഴ്സറി റൈം പാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ അവസരങ്ങളും ആ നല്ല പ്രോത്സാഹനങ്ങളും കൊടുക്കുമ്പോൾ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ലേറ്റർ ലൈഫിൽ നല്ലൊരു സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കുട്ടികൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല അവർ തീർച്ചയായിട്ടും നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് തന്നെയല്ല, മാതാപിതാക്കളുടെ കുറെ കാര്യങ്ങൾ ഈ കുട്ടികൾ ഒബ്സർവേഷനിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഇതേപോലെ ലജ്ജയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിലാണ് അവരെ തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടി അത് പഠിക്കുന്നുണ്ട്. അതല്ല, കുട്ടിയുടെ ലജ്ജ മാതാപിതാക്കളിൽ ആരാണോ ലജ്ജിതരായിട്ടിരിക്കുന്നത് അവര് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഈ പ്രത്യേകിച്ച് നമ്മൾ ലേബൽ ചെയ്യാതിരിക്കുക. കുട്ടി ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യം കുട്ടി അല്പം നാണം കാണിച്ചു, ഒരിക്കലും പറയരുത് ഇവൻ നാണക്കാരനാണ്. കാരണം ലേബൽ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എപ്പോഴും അതിനോട് താതാത്മ്യം പ്രാപിക്കാനായിട്ടും അത് അങ്ങനെ ആയിത്തീരാനും വേണ്ടി പരിശ്രമിക്കും. അപ്പൊ അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഇനി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരുവാനും ജീവിതത്തിൽ അർത്ഥപൂർണമാക്കുവാനും നാണിച്ചിരുന്നുകൊണ്ട് കാര്യമായില്ല. കാര്യങ്ങൾ നമ്മുടെ കർത്തവ്യ ബോധത്തോടു കൂടി ചെയ്യണമെങ്കിൽ നമ്മളിൽ ആവശ്യമായ രീതിയിൽ എവിടെ എന്താണ് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് പഠിക്കണം. അല്ലാതെ ഇന്നപ്രോപ്രിയേറ്റ് ഒരു ബിഹേവിയർ പാറ്റേൺ അല്ല. അതിനേക്കാൾ ഉപരി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണെന്ന് മനസ്സിലാക്കാനും ആ രീതിയിൽ നമ്മുടെ പെരുമാറ്റങ്ങളെ ആവിഷ്കരിക്കാനും സാധ്യമാകണമെങ്കിൽ ഇതേപോലെയുള്ള ലജ്ജ കാര്യങ്ങൾ ഓവർകം ചെയ്യണം. ഡോക്ടർ, ഇപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇവിടെ 3 കാര്യത്തിൽ നമുക്ക് ഒന്ന്, മുതിർന്നു പോയ കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ ടീനേജിലേക്കൊക്കെ എത്തിയ കുട്ടികൾക്കാണ് ഈ അമിതമായ ലജ്ജയുള്ളതെങ്കിൽ അവർ സ്വയം ബോധ്യപ്പെടേണ്ട കാര്യം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു. സമൂഹത്തിൽ സ്വന്തം കർത്തവ്യങ്ങളെ മടിപിടിച്ചിരുന്ന് അല്ലെങ്കിൽ നാണത്തോടെ ഇരുന്ന് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അവരെ കുട്ടികളാണെങ്കിൽ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. നമുക്ക് സമൂഹത്തിൽ ഇപ്പോൾ അധ്യാപകരാണ് ഇവർ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അധ്യാപകർ, മാതാപിതാക്കൾ, ഈ സ്വയമേ ഒരു ഷൈനസ് അനുഭവപ്പെടുന്ന കുട്ടികൾ, ഇവർ 3 പേരും ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഇവിടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഈ പറയുന്ന ലേബലിംഗ് ഉണ്ടാവാറുണ്ട്, കമ്പാരിസൺസ് ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കുക. അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യം. മറ്റു കുട്ടി, എനിക്ക് കഴിവുകളുണ്ട്, എന്നെ പോലെ തന്നെ എൻ്റെ അനുജനോ എൻ്റെ ചേട്ടനോ വ്യത്യസ്തമായ കഴിവുകളാണ്. അപ്പൊ അവിടെ കമ്പാരിസൺ ഇല്ലാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ കഴിവുകളോട് കൂടി തന്നെ വളരാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ കഴിവില്ലായ്മകളെ മനസ്സിലാക്കി അതിനെ തിരുത്താനായിട്ട്. സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് ഏറ്റവും അധികം ചാൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ. ഒരു ക്ലാസ്സിൽ പാഠപുസ്തകം വായിപ്പിക്കുക, ഒരു പാട്ട് പാടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു മോണിറ്ററിന്റെ ജോലി പലർക്കായിട്ട് വിഭജിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇവരെ ചെറുതായിട്ട് ഏൽപ്പിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം ഒരു ലീഡർഷിപ്പും ഇനിഷ്യേറ്റീവ്സും വരികയാണ്. അത് ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും. അപ്പം അവർക്ക് അതുപോലെ തന്നെ ഇന്ന് സ്കൂളിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ്, സ്കൗട്ട്, സ്റ്റുഡന്റ് പോലീസ്. അപ്പം ഇതെല്ലാം ഈ ബിഹേവിയർ ചേഞ്ചിന് ഏറ്റവും ചാൻസസാണ്, ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. പക്ഷെ ചിലപ്പോൾ ഒരു ടീച്ചർ ഇതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും. ഇവിടെയാണ് ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ അധ്യാപകർ ആ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം കാണിക്കണം. കാരണം നമുക്കിപ്പോൾ സാമൂഹികമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അനവധി രംഗങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പള്ളി, അതുപോലെ തന്നെ മറ്റ് മതപരമായിട്ടുള്ള ചില ചടങ്ങുകൾ, അവരുടെ ഒരുമിച്ച് കൂടലുകൾ, ചെറിയ കുടുംബ കൂട്ടായ്മകൾ. അപ്പം ഇതേപോലുള്ള സാമൂഹികമായിട്ടുള്ള മാനങ്ങളിൽ ഇവരെ വരികയും കൂടുതൽ സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ആ സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു
പ്രശ്നത്തിൽ നിന്ന് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലജ്ജ ഒരു പരിധിയിൽ കവിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തന്നെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നതായിരിക്കും. ആ വ്യക്തിയുടെ സമഗ്രത നഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ ഓവർകം ചെയ്തേ മതിയാകും. നമുക്കറിയാം, നമ്മൾ എല്ലാ സാഹചര്യങ്ങളിലും വളരെ ബോൾഡായിട്ട് പെരുമാറാൻ പറ്റുന്നവരൊന്നുമല്ല. നമുക്ക് അപരിചിതമായ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്ത സാഹചര്യങ്ങളിലോ ഒക്കെ നമ്മളെല്ലാവരും നെർവസായി പോകാറുണ്ട്. അതൊരു വലിയ കുറ്റമോ അല്ലെങ്കിൽ അതൊരു വലിയ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള കാര്യമോ ഒന്നുമല്ല. എങ്കിൽ പോലും നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം നിരന്തരമായിട്ടൊരു വ്യക്തി ഒരു ഉൾവലിയിലേക്ക്, അതല്ലെങ്കിൽ മടി കൊണ്ടോ നാണം കൊണ്ടോ ഉൾവലിയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വ്യക്തിക്കും എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റികളുണ്ട്. അത് മാതാപിതാക്കളും അധ്യാപകരും എല്ലാം തിരിച്ചറിയണം. ഒരു ഉദാഹരണത്തിന് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബ കൂട്ടായ്മ നടക്കുമ്പോൾ അവിടെ പാടാൻ നല്ല കഴിവുള്ളൊരു കുട്ടി പാടാതെ ഉൾവലിഞ്ഞിരിക്കുകയാണെങ്കിൽ, അവൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവൾ അതിലേക്ക് കൊണ്ടുവരാം. പടം വരയ്ക്കുന്ന ഒരു കുട്ടിയുടെ കഴിവിനെ പ്രകടിപ്പിക്കാം. കവിത എഴുതുന്ന ഒരു കുട്ടിയെ ആ രംഗത്ത് അവതരിപ്പിക്കാം. നമുക്കറിയാം, ചില കുട്ടികൾ ഈ തരത്തിലുള്ള ടാലൻസ് ഒന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും അവർ നല്ല സംഘാടകരാവാം. അവരെ അതിൻ്റെ മുൻനിരയിലേക്ക് ഇറക്കി വിടാം. തങ്ങളുടെ കുട്ടികൾക്ക് ഏതൊക്കെ മേഖലകളിൽ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറക്കി നിർത്താൻ അവരുടെ മാതാപിതാക്കളും അധ്യാപകരും ശ്രമിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം സ്വന്തം ആത്മാവിഷ്കാരത്തിലൂടെ സന്തോഷം കണ്ടെത്തുകയും നല്ല ആത്മവിശ്വാസമുള്ള കുട്ടികളായിട്ട് സമൂഹത്തിൽ വളർന്നു വരികയും ചെയ്യും. ഈ എപ്പിസോഡ് എല്ലാവരും കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് സ്വന്തം ജീവിതത്തിൽ വേണ്ട രീതിയിൽ പ്രയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ടു ദ പ്രൊഡ്യൂസർ, കുട്ടിക്കാലം, ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, ചാലക്കുടി. പിൻകോഡ് 680309. മെയിൽ @goodnesstv.tv. ഫോൺ 048027000893. കുട്ടിക്കാലം കുട്ടിക്കാലം കുട്ടിക്കാലം